കേരളത്തിലെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സമയം തന്നിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് മാർക്ക് വേരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷൻ, അതായത് മാർക്ക് വേരിഫിക്കേഷൻ ആണ്. അന്ന് മാർക്ക് കൊടുത്തവരും അന്ന് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്ത മാർക്ക് കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാമത് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ചെയ്തേക്കുക. അപ്പൊ അതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ www.ce.kerala.gov.in എന്നുള്ള സൈറ്റിൽ, അതായത് കീമിന്റെ സൈറ്റിൽ കയറുക. അതിൽ കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് കയറുക. എന്നിട്ട് അതിൽ മാർക്ക് വേരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹയർ സെക്കൻഡറി മാർക്ക്, മാക്സിമം മാർക്ക്, ഏത് വർഷമാണ് പാസ്സായത്, ഏത് ബോർഡായിരുന്നു എന്നുള്ള ഡീറ്റെയിൽ കാണിക്കും. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളുടെ നേരെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും: നോ ചേഞ്ചും ചേഞ്ച് റിക്വയർഡും. ആ കൊടുത്തിരിക്കുന്നത് കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് ക്ലിക്ക് ചെയ്യാം. അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് റിക്വയർഡ് ക്ലിക്ക് ചെയ്യണം. ഈ ചേഞ്ച് റിക്വയർഡ് ക്ലിക്ക് ചെയ്താൽ സ്വാഭാവികമായിട്ടും അത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ PDF അപ്ലോഡ് ചെയ്യണം. അങ്ങനെ PDF അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ചേഞ്ച് അവർ റിസീവ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അതിന് ഒന്നിലധികം മാർക്ക് ലിസ്റ്റുകളും മറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഈ PDF അപ്ലോഡ് ചെയ്യുമ്പോൾ ഒറ്റ ഫയലായിട്ട് ചെയ്യണം. എല്ലാം കൂടെ സെപ്പറേറ്റ് അല്ല, എല്ലാം കൂടെ ചേർത്ത് ഒരു ഫയലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം. ഇനി അപ്പൊ ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് റെക്കോർഡ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ ചേഞ്ച് കൊടുക്കുക. എന്നിട്ട് വേരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താലേ സബ്മിറ്റ് ആവൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. ഇനി അത് ചെയ്യാത്ത കുട്ടികൾ, ഇപ്പൊ ഇതിന്റെ സമയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 9 വൈകിട്ട് 5 മണി വരെ, അതായത് ഇന്ന് 8-ാം തീയതി, ഇന്നാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് ഇതിനുള്ള സമയം. ഓക്കെ, അപ്പൊ ഇനി ഇത് ആരെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ എന്താണോ നിങ്ങളുടെ മാർക്ക് നിലവിൽ അവിടെയുള്ളത് അതാണ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ മാർക്കിൽ പിന്നീട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ സമയത്ത് അത് നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും ഇത് ചെയ്യുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.